സ്പെക്ട്രോമെട്രി തുടങ്ങാം. നിങ്ങൾക്ക് 4 സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ആണ് നിങ്ങളുടെ സിലബസിലുള്ളത്. ഒന്ന് മാസ്, NMR, UV, പിന്നെ IR. അതിൽ 4 ഏറ്റവും എളുപ്പമുള്ളത് മാസ് സ്പെക്ട്രോമെട്രിയാണ്. വളരെ കുറച്ച് തിയറി അതിന് നമുക്ക് പഠിക്കാനുള്ളൂ. സോ മാസ് സ്പെക്ട്രോസ്കോപ്പി മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസും ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസും മോളിക്കുലാർ ഫോർമുല കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാസ് സ്പെക്ട്രോസ്കോപ്പി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ടെക്നിക്കിൽ മെയിനായിട്ട് മോളിക്യൂൾസിനെ നമ്മൾ ഇലക്ട്രോൺസുമായിട്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുകയാണ്. മോളിക്യൂൾസ് ആർ ബൊമ്പാർഡഡ് വിത്ത് എനർജറ്റിക് ഇലക്ട്രോൺ. അപ്പോൾ മോളിക്യൂൾസ് എന്താവും, അയണൈസ് ആകും. ഫ്രാഗ്മെൻറ്റുകളായിട്ട് നമുക്ക് ഓരോ അയോണുകളായിട്ട് നമുക്ക് വലിയൊരു മോളിക്കുലാർ മാസ്സുള്ള ഒരു മോളിക്യൂളിനെ നമ്മൾ ഇലക്ട്രോൺസുമായിട്ട് ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ഫ്രാഗ്മെൻറ്റുകളായിട്ട് അത് ഡിവൈഡ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതിനകത്ത് ചിലത് പോസിറ്റീവ് അയോൺസ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഓരോ ഇതിനും M/E എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്, മാസ് ബൈ ഇലക്ട്രോൺ റേഷ്യോ. ഓരോ ഫ്രാഗ്മെൻറ്റിനും M/E റേഷ്യോ ഉണ്ട്. ആ M/E റേഷ്യോ ആണ് നമുക്ക് ആ അയോണിൻ്റെ മോളിക്കുലാർ മാസ് തരുന്നത്. M/E റേഷ്യോ വെച്ചിട്ടാണ് നമുക്ക് അതിന് എത്ര മോളിക്കുലാർ മാസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പം ഇവിടെ നിയോപെൻഡേനാണ്. നിയോപെൻഡേനെ നമ്മൾ ഒരു ഇലക്ട്രോണുമായിട്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചപ്പോൾ അതിൻ്റെ അയോൺ ഫോം ചെയ്തു. ആൻഡ് ദെൻ വീണ്ടും നമ്മൾ ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്, ഇത് കുറേ ഫ്രാഗ്മെൻറ്റുകളായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. ഓരോ ഇതിനും M/E വാല്യൂ ഉണ്ട്. ആ M/E വാല്യൂ ആയിരിക്കും അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. നമുക്ക് അതുവഴി അതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് സാരം. ഓക്കെ, മോളിക്കുലാർ അയോൺ എന്ന് പറയുന്നത് പേരൻ്റ് അയോൺ ആണ്. അതിനെ M+ എന്ന് പറഞ്ഞാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. M+, പേരൻ്റ് അയോൺ. ഓക്കെ, നിയോപെൻഡേൻ്റെ കേസിൽ പേരൻ്റ് അയോൺ എന്താണ്, ആദ്യം ഉണ്ടായ സാധനമില്ലേ, ആദ്യം ഉണ്ടായ ഫ്രാഗ്മെൻ്റ് ഇല്ലേ, അതാണ് അതിൻ്റെ പേരൻ്റ് അയോൺ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടാവുന്ന അതിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് അല്ല, നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഫ്രാഗ്മെൻ്റ് ആണ് നമ്മുടെ പേരൻ്റ് അയോൺ അല്ലെങ്കിൽ മോളിക്കുലാർ അയോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് നമ്മുടെ സ്റ്റാർട്ടിങ് മെറ്റീരിയലിൻ്റെ അതേ മാസ് തന്നെ ആയിരിക്കും. സ്റ്റാർട്ടിങ് മെറ്റീരിയലിൻ്റെ അതേ മാസ് തന്നെയായിരിക്കും നമ്മുടെ മോളിക്കുലാർ അയോൺ എന്ന് പറയുന്നത്. മോളിക്കുലാർ അയോൺ റെപ്രസെൻറ്റ്സ് ദ ഇൻടാക്റ്റ് മോളിക്യൂൾ വിച്ച് ഹാസ് സെയിം വെയിറ്റ് ആസ് ദ സ്റ്റാർട്ടിങ് മോളിക്യൂൾ. കാരണം അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണേ പോകുന്നുള്ളൂ, അത് നെഗ്ലിജിബിൾ വെയിറ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മോളിക്കുലാർ അയോണിന് സ്റ്റാർട്ടിങ് മോളിക്യൂളിൻ്റെ അതേ സെയിം വെയിറ്റ് ആയിരിക്കും കാണിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടാവുന്ന അയോൺസിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻ്റ് അയോൺ അല്ലെങ്കിൽ ഡോട്ടർ അയോൺസ് എന്ന് പറയുന്നത്. ഓരോത്തിനും ഓരോ M/E വാല്യൂ വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ ഈ ഓരോ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് എന്ത് കാണിക്കുന്നത്, എത്രത്തോളം ആ അയോൺ അവിടെ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നത് ഓരോ സിഗ്നലിൻ്റെയും ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ ഇൻറ്റൻസിറ്റി എഴുതിയേക്കുന്നുണ്ടോ, കണ്ടോ, റിലേറ്റീവ് ഇൻറ്റൻസിറ്റി 100%, 41%, 88, 15. അപ്പം ഈ ഇൻറ്റൻസിറ്റി ഓഫ് ദ പീക്കാണ് നമുക്ക് എന്ത് തരുന്നത്, ഈ ഒരു പർട്ടിക്കുലർ അയോൺസ് എത്രത്തോളം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇത് തരുന്നത് റിലേറ്റീവ് ഇൻറ്റൻസിറ്റിയാണ്. അതാണ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാർജസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ബേസ് പീക്ക് എന്നാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ 100 എടുക്കാറ്. ലാർജസ്റ്റ് പീക്ക് എപ്പോഴും ബേസ് പീക്ക് ആയിരിക്കും. അതാണ് നമ്മുടെ മാസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. പിന്നെ മാസ് സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എക്സാക്റ്റ് മോളിക്കുലാർ മാസ് കാണാനായിട്ട് സാധിക്കും, മോളിക്കുലാർ ഫോർമുല കാണാനായിട്ട് സാധിക്കും. പിന്നെ സർട്ടൻ സ്ട്രക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിവീൽ ചെയ്യാനായിട്ട് പറ്റും. ഇന്ന സാധനങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെന്താണ്, സ്ട്രക്ചർ ഓഫ് എ കോമ്പൗണ്ട്. സ്പെക്ട്രം ഓവറോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഏത് സ്പെക്ട്രോസ്കോപ്പി ആയാലും അതിന് ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ബോണ്ടുകളുണ്ട്, ഏതൊക്കെ ആൾക്കാർ തമ്മിലാണ് ബോണ്ട്, സ്ട്രക്ചർ എങ്ങനെയാണ്. ഇപ്പോൾ അൺനോൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിൽ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെ വരുമായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ. ഏത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സംഗതികൾക്ക് വേണ്ടിയാണ്.
അതിനകത്ത് മാസ് സ്പെക്ട്രോസ്കോപ്പി ഈ കാര്യങ്ങളൊക്കെ ഏത് സ്പെക്ട്രോസ്കോപ്പി ആയാലും മോളിക്കുലർ മാസ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രക്ചർ എല്ലാ സ്പെക്ട്രോസ്കോപ്പിക്കും പറ്റും. അത് ഓരോ സ്പെക്ട്രോസ്കോപ്പിക്കും ഓരോ രീതിയാണ്, ഓരോ സ്പെക്ട്രോസ്കോപ്പി വഴി ഓരോ ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മാസ് സ്പെക്ട്രോസ്കോപ്പി വഴി കിട്ടുന്ന ഇൻഫർമേഷനാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി തിയറി ഓഫ് മാസ് സ്പെക്ട്രം എന്താണ് അവിടെ നടക്കുന്നത് അതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഇലക്ട്രോണ് ഒരു പേരൻ്റ് മോളിക്യൂളിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പേരൻ്റ് അയോൺ അല്ലെങ്കിൽ മോളിക്കുലർ അയോൺ ഫോം ചെയ്യും. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ആ M/E വാല്യൂ ഓഫ് പേരൻ്റ് അയോൺ എന്ന് പറയുന്നത് മോളിക്കുലർ മാസ്, എടുത്ത കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ ഡിസൈൻ ഓഫ് മാസ് സ്പെക്ട്രോമീറ്റർ ഈസ് സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ പെർഫോം ബേസിക് ഫങ്ഷൻസ്. അതൊന്ന് പഠിച്ചു വെക്കുന്നതല്ല. വേരിയും വോളറ്റിലിറ്റി ഉള്ള കോമ്പൗണ്ട്സിനെ വേപ്പറൈസ് ചെയ്യും. പിന്നെ ന്യൂട്രൽ കോമ്പൗണ്ടിൻ്റെ വേപ്പേഴ്സുമായിട്ട് ചേർന്ന് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്, M/E വാല്യൂ, E/M അല്ല, M/E വാല്യൂ വെച്ചിട്ട് അവരുടെ അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. അതാണ് മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. M/E എഗെയിൻസ്റ്റ് റിലേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്, M/E എഗെയിൻസ്റ്റ് ഇൻറ്റൻസിറ്റി നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതാണ് ഈ കിട്ടുന്ന ഗ്രാഫാണ് മാസ് സ്പെക്ട്രം എന്ന് നമ്മൾ പൊതുവെ പറയാറ്. പിന്നെ ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ റാഡിക്കൽസിൻ്റെ ഫോം ചെയ്യുവാണെങ്കിൽ, ഫ്രാഗ്മെൻറ്റേഷൻ വഴി ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് മാസ് സ്പെക്ട്രോമീറ്ററിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നിയോപെൻറ്റേൻ്റെ മാസ് സ്പെക്ട്രമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ M/E വാല്യൂസും റിലേറ്റീവ് അബണ്ടൻസ് പറഞ്ഞാൽ എന്താണ്, ഇത് ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റിക്ക് അഗെയിൻസ്റ്റ് പ്ലോട്ട് ചെയ്തേക്കുന്ന ഇതാണ് അതിൻ്റെ മോളിക്കുലർ അയോൺ എന്ന് പറയുന്നത്, മോളിക്കുലർ അയോൺ പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെക്ട്രം വരയ്ക്കാനൊന്നും എന്തായാലും ചോദിക്കത്തില്ല, എന്താണെന്ന് ചോദിച്ചാലേ ഉള്ളൂ. പിന്നെ എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോൺ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഇലക്ട്രോൺസ് പോകുക, അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺ ബൊമ്പാർഡ്മെൻറ്റ് യൂഷ്വലി റിമൂവ്സ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മോളിക്യൂൾ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ദ വേപ്പർ ഫേസ് ടു പ്രൊഡ്യൂസ് എന്താണ്, ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കുലർ അയോൺ അല്ലെങ്കിൽ പേരൻ്റ് അയോൺ നമുക്ക് കിട്ടും. അതാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ വീണ്ടും ഈ ടെക്സ്റ്റിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം ആരോമാറ്റിക് സിസ്റ്റത്തിലാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഒക്കുപ്പൈഡ് ഓർബിറ്റലിൽ നിന്നായിരിക്കും ഇലക്ട്രോൺ പോകുന്നത്. ഓക്സിജനും നൈട്രജനും പോലെയുള്ള കോമ്പൗണ്ടുകളിൽ നോൺ ബോണ്ടിങ് ഓർബിറ്റൽസിൽ നിന്നായിരിക്കും പോകുന്നത്. ട്രിപ്പിൾ ബോണ്ടൊക്കെ ഉള്ള കോമ്പൗണ്ടുകളിൽ, ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളിൽ പൈ ഇലക്ട്രോൺസിൽ നിന്നും ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളിൽ പൈ ഇലക്ട്രോൺസിൽ നിന്നായിരിക്കും ഒരു ഇലക്ട്രോൺ പോകുന്നത്. ആൽക്കെയിൻസിൻ്റെ കേസിൽ CC സിഗ്മ ബോണ്ട് ആയിരിക്കുമല്ലോ, അപ്പം എന്താണ്, അതിൽ നിന്നായിരിക്കും, സിഗ്മ ബോണ്ടിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസ് പോകുന്നത്. അതാണ് താഴെ ഒരു ഇത് കൊടുത്തേക്കുന്നത്. ആരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ആ ആരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ആ ആരോമാറ്റിക് റിങ്ങിൽ നിന്ന് തന്നെ ഒരു ഇലക്ട്രോൺ പോകും. ഓക്കെ, ഇനി എന്താണ്, ഓക്സിജൻ നൈട്രജൻ പോലുള്ളവർക്ക് നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഇതിൽ നിന്നായിരിക്കും ഒരു ഇലക്ട്രോൺ, കണ്ടോ, ഒരു ഇലക്ട്രോൺ പോയി പോസിറ്റീവ് ചാർജ് വന്നേക്കുന്നത്. ഓക്കെ, ആൽക്കെയിൻസിലാണെങ്കിൽ ആ സിഗ്മ ബോണ്ടിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ ആയിരിക്കും നമുക്ക് പോയിട്ട് എന്ത് കിട്ടുന്നത്, പേരൻ്റ് അയോൺ കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മോളിക്കുലർ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഹോമോലോഗസ് സീരിയൽ മോളിക്കുലർ സൈസ് ഇൻക്രീസ് ചെയ്യുവാണല്ലോ അല്ലേ, ഈഥെയിനേക്കാളും കൂടുതലല്ലേ പ്രൊപ്പെയിൻ എന്ന് പറയുന്നത്, പ്രൊപ്പെയിനേക്കാളും കൂടുതലല്ലേ പെൻറ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ മോളിക്കുലർ സൈസ് ഇൻക്രീസ് ചെയ്ത് വരുമല്ലേ, അപ്പോൾ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് മോളിക്കുലർ അയോൺ ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ ലാർജർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെൻറ്റെയിനിൽ നിന്നുണ്ടാവുന്ന മോളിക്കുലർ അയോണും പ്രൊപ്പെയിനിൽ നിന്നുള്ള മോളിക്കുലർ അയോണും തമ്മിൽ വ്യത്യാസമുണ്ട്. പെൻറ്റെയിനിൽ നിന്നുള്ള മോളിക്കുലർ അയോൺ എന്ന് പറയുന്നത് വലിയ മോളിക്കുലർ അയോൺ ആയിരിക്കും. അപ്പം അതെന്ത് ചെയ്യും, കൂടുതൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പോകാനായിരിക്കും അതിന് ടെൻഡൻസി, സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് കൂടുതൽ ഫ്രാഗ്മെൻറ്റുകളായിട്ട് പോകാൻ അത് നോക്കും. ഓക്കെ, ഡീകമ്പോസിഷൻ ഫാസ്റ്റർ ആയിരിക്കും അതിനകത്ത്.
എന്താ ബിഗർ മോളിക്യൂൾസിൽ. പക്ഷെ പ്രൊപ്പെയിൻ്റെ മോളിക്കുലർ അയോൺ ഇച്ചിരിയും കൂടി സമയം ലാസ്റ്റ് ചെയ്തിട്ട്, ലോങ്ങർ ടൈം ലാസ്റ്റ് ചെയ്തിട്ടേ അത് പിന്നെയും ഫ്രാഗ്മെൻറ്റുകളായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരുടെ റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് മോളിക്കുലർ അയോൺ ആയിരിക്കും? പ്രൊപ്പെയിൻ വഴി ഉണ്ടാകുന്ന മോളിക്കുലർ അയോൺ ആയിരിക്കും അബണ്ടൻസ് കൂടുതൽ. അതാണ് ഈ സെൻറ്റൻസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മോളിക്കുലർ അയോൺ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് മോളിക്കുലർ അയോൺ ഇൻക്രീസ് ചെയ്യും. ലാർജർ മോളിക്യൂൾ പ്രൊവൈഡ് മോർ റിയാക്ഷൻ പോസിബിൾ റിയാക്ഷൻ പാത്വേ. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് റിയാക്ഷനിൽ ഉൾപ്പെടും വീണ്ടും. അങ്ങനെ അതുകൊണ്ട് തന്നെ റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് പ്രൊപ്പെയിൻ മോളിക്കുലർ അയോൺ ഈസ് മോർ ദാൻ ദ പെൻറ്റെയിൻ മോളിക്കുലർ അയോൺ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ മാസ് സ്പെക്ട്രോമെട്രി വഴി നമുക്ക് ഐസോടോപ്പ് എഫക്റ്റ്, ഐസോടോപ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സംഭവം നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നുണ്ട്? മാസ് സ്പെക്ട്രോമെട്രി വഴി സാധിക്കുന്നുണ്ട്. നമുക്കറിയാം mass spectra of compound sometimes contain peaks due to presence of isotopes. ചില സമയത്ത് ഐസോടോപ്സിൻ്റെ പ്രസൻസ് കാരണം പീക്കുകൾ നമുക്ക് മാസ് സ്പെക്ട്രയിൽ കാണാനായിട്ട് സാധിക്കും. ആ രണ്ട് പീക്കുകളെ നമ്മൾ പറയുന്നതാണ് M+1 ആൻഡ് M+2 പീക്ക്. അതിനകത്ത് എം എന്ന് പറഞ്ഞാൽ പേരൻ്റ് അയോണിൻ്റെ മാസ്സാണ്. ഓക്കെ, അത് M+ എന്നാണ് പേരൻ്റ് അയോണിനെ ഡിനോട്ട് ചെയ്യുന്നത്. M+1 ആൻഡ് M+2 1 and 2 റെപ്രസെൻ്റ് എന്ന് പറഞ്ഞാൽ 1 and 2 എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഹെവിയർ ഐസോടോപ്പുകൾ കാരണം നമ്മുടെ ആ ഫ്രാഗ്മെൻറ്റിനുണ്ടായ മാസിലുണ്ടായ ഇൻക്രീസ്, അതാണ് നമ്മുടെ ഈ 1ഉം 2ഉം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഓരോ മോളിക്യൂൾസ് നോക്കാം. മാസ് സ്പെക്ട്രം ഓഫ് മീഥെയിൻ എടുത്താൽ മോസ്റ്റ് ഇൻറ്റൻസ് പീക്ക് റെപ്രസെൻസ് ദ മോളിക്കുലർ അയോൺ എന്ന് പറഞ്ഞാൽ M/16 ഉള്ള പീക്ക് മോളിക്കുലർ അയോൺ പീക്കാണ് എന്ന് പറഞ്ഞാൽ പേരൻ്റ് അയോൺ പീക്ക് M+ പീക്ക്. ഓക്കെ, പക്ഷേ നമ്മൾ അത് കൂടാതെ ഒരു സ്മോൾ പീക്ക് അവിടെ കാണുന്നുണ്ട്. M/16 പീക്ക് കാണുന്നുണ്ട്. അതിന് M+1 പീക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ആ M+1 പീക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ആ M+1 പീക്കിനുള്ള കാരണം കാർബൺ 13 ഐസോടോപ്പ് ഉള്ളത് കൊണ്ടാണ്. കാർബൺ 13 ഐസോടോപ്പ് അവിടെ എന്ത് ചെയ്യുന്നു? ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പീക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം കാർബൺ 13 ഐസോടോപ്പിൻ്റെ അബണ്ടൻസ് എത്രയാണ്? 1.11% ഉള്ളു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും CH4 ഹൈഡ്രജൻ്റെ ഐസോടോപ്പും വന്നൂടെ? ഡ്യൂട്ടീരിയം ഉണ്ട്, ട്രിഷ്യം ഉണ്ട്, ഹൈഡ്രജന്, പ്രോട്ടിയം മാത്രമല്ലല്ലോ. പക്ഷേ ഡ്യൂട്ടീരിയത്തിൻ്റെ ഐസോടോപ്പിൻ്റെ അബണ്ടൻസ് എന്ന് പറയുന്നത് 0.015% ഉള്ളു. അതുകൊണ്ട് അത് അത്രയ്ക്ക് അബണ്ടൻസ് കുറവായതുകൊണ്ട് അത് ഇൻറ്ററാക്ട് ചെയ്യാൻ സാധ്യതകൾ കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് 2 C13 ആറ്റംസ് വന്നിട്ട് നമുക്ക് M+2 പീക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ? ഓക്കെ, M+2 പീക്ക് കിട്ടാൻ 2 C13 ആറ്റംസ് ഇൻറ്ററാക്ട് ചെയ്യണം. പക്ഷെ അതിൻ്റെ പ്രോബബിലിറ്റി അവിടെ കുറവാണ്. 1.11% ഉള്ള റിലേറ്റീവ് അബണ്ടൻസ്, നാച്ചുറലി എക്സിസ്റ്റൻസ് ഉള്ള ഒരു സാധനം ഒന്ന് തന്നെ ഒരു C13 തന്നെ ഇൻറ്ററാക്ട് ചെയ്യുന്നത് അത്ഭുതം. അതിൽ 2 C13 ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ആ ഒരു ചാൻസ്, ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് M+2 പീക്ക് CH4 പൊതുവെ കാണാറില്ല. അതിൽ കണ്ടാൽ തന്നെ അത് സ്മോൾ ആയിരിക്കും, ഡിറ്റക്റ്റബിൾ അല്ലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ വേറെ ഐസോടോപ്പ് എടുക്കുക. ഫ്ലൂറിൻ ആൻഡ് അയഡിൻ ഐസോടോപ്പിക്കലി പ്യുവറാണ്, ഫ്ലൂറിനും അയഡിനും. ഓക്കെ, അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ നമുക്ക് മാറ്റി നിർത്താം. ക്ലോറിനും ബ്രോമിനും ഐസോടോപ്പിക്കലി പ്യുവർ അല്ല. ക്ലോറിന് 2 ഐസോടോപ്പിക് എക്സിസ്റ്റൻസ് ഉണ്ട്, ബ്രോമിന് 2 ഐസോടോപ്പിക് എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബ്രോമിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് M+1 പീക്ക് M+ പീക്ക് ആയാലും M+2 പീക്സ് ആയാലും നമുക്ക് എന്ത് കിട്ടും? സെയിം ഇൻറ്റൻസിറ്റിയിൽ വരും.
രണ്ട് മാസ് യൂണിറ്റ് ഡിഫറിങ് ആണ് നമുക്ക് കിട്ടുന്നത്. നോക്കിയത് മാസ് സ്പെക്ട്ര ഓഫ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് 1 ബ്രോമിൻ ആറ്റം ഷോസ് പെയർസ് ഓഫ് പീക്ക് ഓഫ് നിയർലി ഈക്വൽ ഇൻറ്റൻസിറ്റി ഡിഫറിങ് ബൈ 2 മാസ് യൂണിറ്റ്സ്. 2 മാസ് യൂണിറ്റ്സ് ഡിഫർ ചെയ്തെന്ന് പറഞ്ഞാൽ M+2 2 മാസ് യൂണിറ്റ്സ് ഡിഫർ ചെയ്തിട്ട് ഈക്വൽ ഇൻറ്റൻസിറ്റിയിൽ അവരെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം എന്താണ്? ബ്രോമിൻ 17 അയണും ബ്രോമിൻ 81 ഐസോട്ടോപ്പ്, ബ്രോമിൻ്റെ ഐസോട്ടോപ്സ്. അവർ രണ്ടുപേരും 1:1 മിക്സ്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സെയിം അളവിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പീക്സ് 94-ലും 96-ലും കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒന്ന് പേരൻ്റ് പീക്കും ഒന്ന് M+2 പീക്ക്, ഒന്ന് ഐസോട്ടോപ്പ് വഴി വന്ന പീക്കാണ് M+2 പീക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈക്വൽ ഇൻറ്റൻസിറ്റിയിൽ ഈ രണ്ട് പീക്കുകൾ ഇന്ന M/E റേഷ്യോയിൽ കിട്ടുന്നത്. ബ്രോമിൻ്റെ കേസ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് ക്ലോറിൻ എടുക്കാം. ക്ലോറിൻ എന്താണ്? മോണോക്ലോറോ ആൽക്കെയിൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പീക്കുകൾ കിട്ടും, 2 മാസ് യൂണിറ്റ്സ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ M+ പീക്കും കിട്ടും, M+2 പീക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അത് കിട്ടുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 3:1 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കാരണം എന്താണ്? CLൻ്റെ ഐസോട്ടോപ്പുകൾ 35-ഉം 37-ഉം എക്സിസ്റ്റ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. ഇനി മാസ് സ്പെക്ട്ര ഓഫ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡയഗ്നൈസിങ് പ്രസൻസ് ഓഫ് ദീസ് എലമെൻറ്റ്സ്. അപ്പം ഈ എലമെൻസിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാസ് സ്പെക്ട്ര ഉപയോഗിക്കാൻ പറ്റും. കാരണം പീക്കുകളുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ബ്രോമിൻ ആണോ ക്ലോറിൻ ആണോ വന്നേക്കുന്നതെന്ന് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണെങ്കിൽ M+2 പീക്ക് വരും. കാരണം S34 ഐസോട്ടോപ്പ് 4.4% അബണ്ടൻസ് ഉണ്ട്, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് പറ്റും? ഈ ഒരു മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചാൽ മതി. അയഡിൻ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അയഡിൻ്റെ പീക്ക് എന്ന് പറയുന്നത് 127 പീക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് പർട്ടിക്കുലർ കോമ്പൗണ്ടിൽ അയഡിൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് സമ്മപ്പ് ചെയ്ത് പറഞ്ഞൊരു സാധനമാണിത്. ഒരു കോമ്പൗണ്ടിൽ സൾഫർ ഇല്ല, ക്ലോറിൻ ഇല്ല, ബ്രോമിൻ ഇല്ല എങ്കിൽ M+1 പീക്കും കാണും, M+2 പീക്ക് കാണുകയില്ല. നമുക്ക് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ടിൽ M+2 പീക്ക് M+1-നേക്കാളും ലാർജ് ആയിരിക്കും. കാരണം 4% ഓഫ് പേരൻ്റ് അയോണിനേക്കാളും സൾഫറിൻ്റെ ഐസോട്ടോപ്പ് 4% അബണ്ടൻസ് നമുക്ക് തരുന്നുണ്ട്. ക്ലോറിൻ ഉണ്ടെങ്കിൽ M+2 എന്ന് പറയുന്നത് 3 times ലാർജർ ദാൻ പേരൻ്റ് അയോൺ ആയിരിക്കും. ഓക്കെ, ബ്രോമിൻ ഉണ്ടെങ്കിൽ M+ പീക്കും M+2 പീക്കിനും സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും. കാരണം എന്താണ്? ഐസോട്ടോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് 1:1 മിക്സ്ചറിലാണ്. പിന്നെ അയഡിൻ എന്ന് പറയുന്ന അയഡിൻ എന്തായിരിക്കും? അയഡിൻ 127 നമുക്ക് പീക്ക് തരും. അപ്പോൾ അയഡിൻ ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഐസോട്ടോപ്പ് ഡിറ്റക്ഷൻ ഓഫ് പ്രസൻറ്റ് ഓഫ് ഐസോട്ടോപ്പ് എഫക്റ്റ്. ഓരോ ഐസോട്ടോപ്സ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതിൽ. ഓക്കെ, നെക്സ്റ്റ് ഇതിലുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ മോഡ്സ് ആണ്. ഹോമോലിറ്റിക് ക്ലീവേജ് അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഹെട്രോളിറ്റിക് ക്ലീവേജും എവിടെ നിന്നൊക്കെയാണ് ഇലക്ട്രോൺ പോകുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് ഈ ഒരു സംഭവം മെക്ലാഫേർട്ടി റീഅറേഞ്ച്മെൻറ്റ്. അത് മെക്ലാഫേർട്ടി റീഅറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് എസ്സേയുടെ ഒരു പാർട്ടായിട്ട് ചോദിച്ച് ഞാൻ കണ്ടായിരുന്നു. അത് ഞങ്ങൾക്കും എസ്സേയുടെ ഒരു പാർട്ടായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മൈഗ്രേഷനാണ് ഈ മെക്ലാഫേർട്ടി റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം തന്നെ പേരെടുത്ത് ചോദിക്കും, മെക്ലാഫേർട്ടി റീഅറേഞ്ച്മെൻറ്റ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേയിൽ കിടപ്പുണ്ട്, ഇത് നോക്കിയാൽ മതി. ഒരു ബീറ്റാ ബോണ്ടിൻ്റെ ക്ലീവേജ്, ബീറ്റാ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഗാമ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്യുന്നു. അതാണ് നടക്കുന്നത്. മൈഗ്രേഷൻ ഓഫ് എ ഗാമ ഹൈഡ്രജൻ ആറ്റം ഫോളോഡ് ബൈ ക്ലീവേജ് ഓഫ് എ ബീറ്റാ ബോണ്ട്. അത് ചിലപ്പം മോളിക്യൂൾസിൽ നിന്ന് ആൾഡിഹൈഡ്സ്, കീറ്റോൺസ്, അമീൻസ്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ എലിമിനേഷൻ നമ്മുടെ എടുത്ത സാധനത്തിൽ നിന്ന് നടക്കാമായിരിക്കാം. ഇതിലേതെങ്കിലും ഒരു സാധനം.
റിയാക്ഷൻ സ്റ്റെറിക്കലി ഹിൻഡേർഡ് 6 മെമ്പർ ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴിയാണ് പ്രൊസീഡ് ചെയ്യുന്നത്, ഒക്കർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ നിന്ന് അത് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് പോകും, അത് 6 മെമ്പേർഡ് ആയിരിക്കും, അതിൽ നിന്നാണ് പ്രോഡക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ബ്യൂട്ടനാൽ. ബ്യൂട്ടനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് വിച്ച് കണ്ടെയ്ൻസ് എ ഗാമ ഹൈഡ്രജൻ. അതിനകത്തൊരു ഗാമ ഹൈഡ്രജൻ ഉണ്ട്. നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് നോക്കാം, ഇപ്പം മനസ്സിലാവും. ഇതാണ് ബ്യൂട്ടനാൽ എന്ന് പറയുന്നത്. ഇതിങ്ങനെ തന്നെ വരച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എങ്ങനെ 6 മെമ്പേർഡ് റിംഗ് ഉണ്ടായി എന്ന് പറയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു നിങ്ങൾക്ക് മെക്ലാഫോർട്ടി റീഅറേഞ്ച്മെൻറ്റ് ചോദിക്കുമ്പോൾ ഈ റിയാക്ഷനും ആ സ്റ്റേറ്റ്മെൻറ്റും എഴുതാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടത് കുറേ തവണ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്താണ് ബ്യൂട്ടനാൽ എന്ന് പറഞ്ഞാൽ അതാദ്യം എഴുതാം. CH3 CH2 CH. ബ്യൂട്ടനാൽ AL വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് AL എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. ബ്യൂട്ടേനകത്ത് ഒരു ഇത് മാറിയിട്ട് എന്താണ് വന്നേക്കുന്നത്? ആൾഡിഹൈഡ് ഗ്രൂപ്പ് വന്നേക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നേക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിന് ബ്യൂട്ടനാൽ എന്ന് പറയും. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഹൈഡ്രജൻ ആറ്റം ഉള്ളൊരു കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന അവർ. എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഈ CH3 നമ്മൾ എടുക്കുന്നു, അത് CH2 ആയിട്ട് എഴുതിയിരിക്കുന്നു, എന്നിട്ട് ഒരു ഹൈഡ്രജൻ നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ആൽഫ ബീറ്റ ഗാമ എങ്ങനെ മനസ്സിലാക്കും? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജനെയാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പിന് ഒരു സെക്കൻഡ് ആയിട്ടുള്ള കാർബണാണ് ബീറ്റ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. തേർഡിനെയാണ് നമ്മൾ ഗാമ ഹൈഡ്രജൻ എന്ന് പറയാം. അതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ നമ്മൾ ഗാമ ഹൈഡ്രജൻ എന്ന് പറയും. അപ്പോൾ ഇതാണല്ലോ നമുക്ക് ഗാമ ഹൈഡ്രജൻ, ഇവിടെ ആണല്ലോ ഗാമ ഹൈഡ്രജൻ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഒരു ഹൈഡ്രജൻ പോകേണ്ടത്. ഗാമ ഹൈഡ്രജൻ്റെ പോകേണ്ടതല്ല, മൈഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഗാമ ഹൈഡ്രജൻ്റെ ഇത് നടക്കുമ്പം, മൈഗ്രേഷൻ നടക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ബീറ്റ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത് ടോട്ടലി. അതെങ്ങനെയാണെന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഓക്കെ, നമുക്കത് നോക്കാം. CH2, ഇതിനകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ, ഇതാണ് ഗാമ ഹൈഡ്രജൻ. ഓക്കെ, താഴെ എന്താണ് പിന്നുള്ളത്? CH2, ഇതാണ് അടുത്ത ബീറ്റ ഹൈഡ്രജൻ, ഇത് ഗാമ ഹൈഡ്രജൻ. ഓക്കെ, ഇനി CH2, ഇതാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഇനി എന്താണ് നമുക്കുള്ളത്? CHO, അത് C ഡബിൾ ബോണ്ടോ H ഇങ്ങനെ കാണിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ, നമുക്ക് 6 മെമ്പർ ട്രാൻസിഷൻ സ്റ്റേറ്റ് അവിടെ കാണിക്കണം. അതാണ് നമ്മളിങ്ങനെ നമ്മുടെ സൗകര്യത്തിന് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് ഗാമ കാർബൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? ഓട്ടോമാറ്റിക്കലി ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകും. ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു ബോണ്ട് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ മോളിക്യൂൾ ആ രീതിയിൽ ഇരിക്കില്ല. അടുത്തടുത്ത ബോണ്ടുകൾ അപ്പം തന്നെ ഷിഫ്റ്റ് ആവും. ഓക്കെ, ഇവിടെ നിന്ന് അപ്പോൾ ഈ ബോണ്ട് ഷിഫ്റ്റ് ആവും. അപ്പോഴേ ഇതിനൊരു സ്റ്റെബിലിറ്റി പോലുള്ള സാധനം വരികയുള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എച്ചും ഓക്സിജനും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, എച്ചും ഓക്സിജനും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ആയി, കാരണം ഇവിടെ നിന്ന് ഇത് പോയി. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. കളർ മാറ്റി കാണിക്കാം. ഓക്സിജനും ഹൈഡ്രജനും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ട് ഇവിടെ ബ്രേക്കായി.
കാരണം ഇവിടെ നിന്ന് ഈ ബോണ്ട് പോയി, മൈഗ്രേറ്റ് ചെയ്തു. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും, ഈ കാർബണും തമ്മിൽ. പിന്നെന്താണ്, ഇവിടുത്തെ ഈ ബോണ്ട്, ഒരു ബോണ്ട് പോയി, ഓക്കെ, പോയി. ഇവിടെ ഇപ്പോൾ സിംഗിൾ ബോണ്ട് മാത്രമാകും. ഓക്കെ, പിന്നെന്താണ്, ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ, അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ, ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഒരു ബോണ്ട് വന്നു, ഇവിടുത്തെ ബോണ്ട് പോയി. ഇത് ബ്രേക്ക് ആവുന്നതും ഫോം ആകുന്ന ബോണ്ടുകളും നമ്മൾ എന്ത് ചെയ്യണം, ഡോട്ടഡ് ലൈൻ ഇട്ട് വേണം ട്രാൻസിഷൻ സ്റ്റേറ്റിൽ വരയ്ക്കാൻ. ഈ ബോണ്ട് പോകും, ഇവിടെ ഒരു പുതിയ ബോണ്ട് വരും, ഇവിടെ ഒരു പുതിയ ബോണ്ട് വരും, ഇവിടുത്തെ ബോണ്ട് പോകും, എല്ലാം ഡോട്ടഡ് ലൈൻ കാണിക്കണം. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ബ്രേക്കേജ് സംഭവിക്കും. CH2 ഡബിൾ ബോണ്ട് CHOH മോളിക്യൂൾ ഇങ്ങനെ ബ്രേക്ക് ആവും. ഓക്കെ, ഇവിടുന്ന് ബ്രേക്കേജ് സംഭവിക്കും. അത് അതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതുക, CH2 ഡബിൾ ബോണ്ട് CO. പിന്നെ ബ്രേക്ക് ആയി കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡോട്ടഡ് ലൈൻ കാണിക്കരുത്. അവിടെ ബോണ്ടുകൾ ഫോം ആയി, അല്ലെങ്കിൽ പോവേണ്ട ആൾക്കാർ പോയി. O+H. ഇവിടെ ഓക്സിജൻ്റെ ഒരു ബോണ്ട് പോകുന്നതുകൊണ്ടാണ് ഇവിടെ O+ ആവുന്നത് കേട്ടോ. ഓക്സിജൻ്റെ ഒരു ബോണ്ട് പോവുകയല്ലേ, ഡബിൾ ബോണ്ട് പോവുകയല്ലേ, അതുകൊണ്ടാണ് അവിടെ പ്ലസ് ചാർജ് വരുന്നത്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, CH2 ഡബിൾ ബോണ്ട് CH2. അപ്പം നമുക്കൊരു ആൽക്കീൻ പ്രോഡക്റ്റായിട്ട് കിട്ടി. ഇതെന്ന് പറയുന്നത് ഒരു കീറ്റോൺ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാം, നിങ്ങൾക്ക് വേണം ഫൈനൽ പ്രൊഡക്റ്റായിട്ട് എഴുതാം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അല്ലാതെ വേണമെങ്കിൽ എഴുതാം. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ചെന്നിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പം H+ ഇവിടെ നിന്ന് പോകും. ആ H+ ചെന്നിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ CH3CH ഡബിൾ ബോണ്ട് കിട്ടും. ഒരു ആൽഡിഹൈഡും കിട്ടും, ഒരു ആൽക്കീനും കിട്ടും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് എഴുതാം, ഈ ഒരു പ്രോഡക്റ്റ്. പക്ഷെ വേണമെന്നില്ല, ഈ ഒരു പ്രോഡക്റ്റ് എഴുതി വെച്ച് നിർത്തിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് മെക്ലഫോർട്ടി റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബട്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടും. ഞങ്ങളോട് ഒന്ന് മിസ്സ് പറഞ്ഞായിരുന്നു. അല്ലെ ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുന്നെങ്കിൽ പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ആ എക്സാമ്പിൾ, ബ്യൂട്ടനാളുടെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്യൂട്ടനാളുടെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എക്സാമ്പിൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇത് എഴുതിയില്ലെങ്കിൽ, ഈ N-പ്രൊപ്പൈൽ ബെൻസിൻ്റെ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബോണ്ടുകൾ ഇങ്ങനെ റിങ്ങിൽ തന്നെ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇങ്ങനൊരു സാധനവും പിന്നെ CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടുന്നത്. ഇവിടെ നിന്നാണ് ഇതിന് ബ്രേക്കേജ് സംഭവിക്കുന്നത്. അതാണ് CH2 ഡബിൾ ബോണ്ട് CH2 ഈ ഒരു സാധനം ഡബിൾ ബോണ്ടായി മാറും. അങ്ങനെയാണ് ഈ ഒരു ഇത് കിട്ടുന്നത്. ഓക്കെ, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റേതെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് പഠിക്കണം. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മെക്ലഫോർട്ടി റീഅറേഞ്ച്മെൻറ്റ് നടക്കാൻ സൈഡ് ചെയിനിനകത്ത് അറ്റ്ലീസ്റ്റ് 3 കാർബൺ ആറ്റം ഉള്ള ഒരു ആൾ വേണം. ലാസ്റ്റ് ബെയറിംഗ് കാർബണിൽ ഹൈഡ്രജൻ ആറ്റവും വേണം. ഡബിൾ ബോണ്ട്, ദാറ്റ് ഈസ് എ കാർബണൈൽ ഒളിഫീനിക് ഡബിൾ ബോണ്ട് ഓർ ആൻ ആരോമാറ്റിക് സിസ്റ്റം. ഓക്കെ, ഇത്രയാണ് മെക്ലഫോർട്ടി റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്.